ശ്രീരാമൻ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ തുടിക്കുന്ന ഈ ശ്രീരാമ ചൈതന്യത്തെ കുറിച്ച് പറയുന്നു അയോധ്യ രാമായണത്തിൽ, അധ്യാത്മ രാമായണം ബാലകാന്ഡം. അവിടെ സീതാദേവി ഹനുമാൻ ഉപദേശം കൊടുക്കുന്നുണ്ട്. രാമായണ നിത്യജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട തത്വങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതൊരു തപസ്സാണ്. അതിൽ സീതാദേവി ഹനുമാന് കൊടുക്കുന്ന ഉപദേശമുണ്ട്, ശ്രീരാമൻ ആരാണ് എന്ന്. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു വായിക്കണം. അവിടെ ശ്രീരാമനെ പരമാത്മ ചൈതന്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാക്ഷിയാണ്, നിഷ്ക്രിയനാണ്, എങ്ങും നിറഞ്ഞ പരമാത്മ ചൈതന്യമാണ് ശ്രീരാമൻ. ഞാൻ മൂലപ്രകൃതിയാകുന്നു സീതാദേവി, ഞാനാണ് എല്ലാം ചെയ്യുന്നത്. പരമാത്മ സാന്നിധ്യത്തിൽ ഞാനാകുന്നു എല്ലാം ചെയ്യുന്നത്. നമ്മൾ ശ്രീരാമനെ കാണുമ്പോൾ ഒരു ശ്രീരാമൻ അമ്പുമില്ലുമേന്തിയ ശ്രീരാമൻ, ആ രൂപമല്ല നമ്മൾ കാണുന്നത്. ആ രൂപത്തിലൂടെ പരമാത്മ ചൈതന്യത്തിന് നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കണം. ഈ കാണുന്നതെല്ലാം എന്തിൽ നിന്നുണ്ടായി, എന്തിൽ നിലനിന്നു, എന്തിലേക്ക് ലയിക്കുന്നുവോ അതാണ് പരമാത്മ ചൈതന്യം. തൈത്തിരീയ ഉപനിഷത്ത് ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുകയാണ്, എന്താണ് ബ്രഹ്മം, പറഞ്ഞു തരൂ. ഗുരു ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ഈ കാണുന്നതെല്ലാം എന്തിൽ നിന്നുണ്ടായി, എന്തിൽ നിലനിന്നു, എന്തിലേക്ക് ലയിക്കുന്നുവോ അത് പരമാത്മ ചൈതന്യം, ബ്രഹ്മം. ഈ ബ്രഹ്മമാണ് ശ്രീരാമൻ. നമ്മളിവിടെ പുരുഷ സൂക്തം എല്ലാം കേട്ടിട്ടുണ്ടാവും. അതിൽ പറയുന്നു, പാദോസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യ അമൃതം ദിവി എന്ന് പറയുന്നു. ഈ കാണുന്ന സൃഷ്ടി മുഴുവൻ ഏതൊരു ചൈതന്യത്തിന്റെ അംശമാണോ, ഏതൊരു ചൈതന്യമാണോ സൃഷ്ടിയാവാതെ പൂർണ്ണമായിരിക്കുന്നത്, ആ അംശം, ആ ചൈതന്യമാകുന്നു പുരുഷൻ എന്ന് പറയും. പുരുഷൻ എന്ന് പറഞ്ഞ മെയിൽ, ആണ് എന്ന അർത്ഥത്തിലല്ല പറഞ്ഞു. പുരുഷനും പ്രകൃതിയും സാങ്ക്യ സിദ്ധാന്തമാണ്. നമ്മുടെ ദർശനങ്ങളെ സാങ്ക്യ ദർശനമാണ് പുരുഷനും പ്രകൃതിയും എന്ന് പറയുക. ഇതിൽ ഈ പുരുഷ ചൈതന്യമാണ് ശ്രീരാമൻ. ഇപ്പോൾ നമ്മളെല്ലാം ഉണ്ടായതും നിലനിൽക്കുന്നതും തിരിച്ചു ലയിക്കേണ്ടതും ഏതൊരു ചൈതന്യമാണോ ആ ചൈതന്യമാണ് ശ്രീരാമ ചൈതന്യം. ആ ഭഗവാന്റെ ബാലരൂപമാണ് ശ്രീരാമ ലല്ല. ഇല്ല, ഇവിടുത്തെ ആൾക്കാരുടെ ഭാഷ പറഞ്ഞ ആ വിധത്തിൽ അവിടെ ഇന്ന് പ്രാണപ്രതിഷ്ഠ നടത്തിയത്.